ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പോലെ ഏത് ഫോട്ടോയും നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ് ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ സെക്കൻഡിൽ ഏത് ഫോട്ടോ ആണെങ്കിലും അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അടിപൊളി ലൈറ്റ് റൂം പ്രിസെറ്റ്സിനും അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ലൈറ്റ്സിലേക്ക് വന്നിട്ട് അതിൻ്റെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ കർവും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ്സിൽ ഓൾമോസ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞു. ഞാനിവിടെ ഫോട്ടോ നല്ല രീതിയിലൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് കളറിലേക്കാണ്. കളറിൽ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും അതുപോലെ തന്നെ കളർ മിക്സിങ്ങും ഗ്രേഡിങ്ങും ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള എഡിറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കളർ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ആൻഡ് ഗ്രീൻ ഈ രണ്ട് കളറിൻ്റെ സാച്ചുറേഷൻ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഫുള്ള് -100 ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിലേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ച് ബ്ലാക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ കളർ മിക്സിങ് ആൻഡ് ഗ്രേഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രിസെറ്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമുക്കിത് കോപ്പി ചെയ്ത് ഏത് ഫോട്ടോയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കോപ്പി ചെയ്ത് മറ്റുള്ള ഫോട്ടോസിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. இந்த വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.